ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. സിറിയയിൽ യുദ്ധം അതിരൂക്ഷമായിരിക്കുന്ന വിവരം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. തുടർച്ചയായ 6 മണിക്കൂർ യുദ്ധത്തിന് ശേഷം അലപ്പോയ്ക്കടുത്തുള്ള ഖാൻ അൽ അസൽ എന്ന പ്രദേശത്തെ തുർക്കി ഇസ്രായേൽ പിന്തുണയുള്ള അൽ ഖായിദയുടെ കയ്യിൽ നിന്നും സിറിയ മോചിപ്പിച്ചിരിക്കുകയാണ് എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ തുടർന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഈ ഖാൻ അൽ അസലിന് ചില പ്രത്യേകതകളുണ്ട്. അവിടെ IS അൽ ഖായിദ ഭീകരരുടെ ഒരു പ്രത്യേക കേന്ദ്രമാണ്. അതായത് സിറിയൻ സർക്കാരുമായി ബഷാർ അൽ അസദിൻ്റെ സർക്കാരുമായി യാതൊരുവിധ സഖ്യവുമില്ലാത്ത തീവ്രവാദികളുടെ കേന്ദ്രമാണ്. ഈ അൽ ഖായിദ IS എന്നത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുണ്ട്. ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാഖ് യുദ്ധത്തിലും ഈ അൽ ഖായിദയും ഈ ISISുമായാണ് അമേരിക്ക പോരാടിയിരുന്നത് എന്നാണ് ലോകം മുഴുവൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത ഉണ്ടെന്ന് എടുത്തു പറയാൻ കാരണം. ഈ വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. ഇക്കാലം അത്രയും ISും അൽ ഖായിദയും മുസ്ലിം ഭീകര സംഘടനകളാണ് എന്ന് ലോകം മുഴുവൻ തുടർച്ചയായി അമേരിക്കയും ഇസ്രായേലും സഖ്യകക്ഷികളും പറഞ്ഞു നടക്കുകയായിരുന്നു. എന്നാൽ അത് വെറും പൊള്ളയായിരുന്നു എന്ന് ഇന്ന് തെളിയുകയാണ്. ലോകം ഞെട്ടലോടെയാണ് ഈ വാർത്ത അറിയുന്നത്. കാരണം ഈ അൽ അസൽ എന്ന പ്രദേശത്താണ് ഇവർ തമ്പടിച്ചിരുന്നത്. ഇറാഖിൽ നിന്നൊക്കെ പിൻവാങ്ങി പലയിടത്തുനിന്നും ഇവർ പിൻവാങ്ങിയിട്ട് വന്ന് കയറിയ സ്ഥലമാണ് ഈ സിറിയയുടെ ഈ പ്രദേശം. അമേരിക്ക ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് സിറിയയെ ആക്രമിക്കുമെന്ന് കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ലോകത്തിൻ്റെ മുന്നിൽ അമേരിക്കയുടെ ഒരു ഒളിച്ചുകളിയാണത്. ഈ പ്രദേശത്തിൽ സിറിയൻ സർക്കാരുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം 2013 ഇവിടെ ഒരു വലിയ രാസായുധ പ്രയോഗമുണ്ടായിട്ടുണ്ട്. ഖാൻ അൽ അസൽ എന്ന പ്രദേശത്ത് 2013 മാർച്ച് 19 രാവിലെ 7-7:30 മണിയായി കാണും. അപ്പോൾ ഒരു റോക്കറ്റ് വന്ന് വീണു. ഈ റോക്കറ്റിൽ നിന്ന് രാസായുധമായിരുന്നു. ഇത് പൊട്ടി പുറത്തേക്ക് വ്യാപിച്ച് 20 പേർ അപ്പോൾ തന്നെ മരിക്കുകയും 124 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതുകൂടാതെ റോഡിലും പറമ്പിലും വീടുകളിലുമൊക്കെ ആൾക്കാർ ശരീരം മാന്തിപ്പറിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മാരകമായ ഒരു രാസായുധ പ്രയോഗമാണ് നടന്നത്. ആരാണ് ചെയ്തതെന്ന് ഇന്നും സത്യത്തിൽ ലോകത്തിന് ഇത് അജ്ഞാതമാണെന്നുള്ളതാണ് രസം. കാരണം സിറിയൻ സർക്കാരിൻ്റെ മേൽ അമേരിക്കയും സഖ്യകക്ഷികളും ആരോപണം ഉന്നയിക്കുമ്പോൾ സിറിയൻ സർക്കാർ പറയുന്നു ഇത് അമേരിക്കയാണ് ചെയ്തതെന്ന് പറയുന്നു. എന്നാൽ റഷ്യയുടെ അന്വേഷണത്തിലും ഇത് അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിന് കാരണം ഈ അൽ ഖായിദയും ISും വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയായതുകൊണ്ട് അവരെ നശിപ്പിക്കാനാണെന്നും പറയുന്നു. എന്നാൽ ഈ ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ വളർന്നു വരുന്നത് കണ്ട് ഈ അൽ ഖായിദയും ISനുമൊക്കെ അമേരിക്കയും ഇസ്രയേലും ഇത്രയും നാൾ സംരക്ഷിച്ചു വരികയായിരുന്നു. ശത്രുവാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മറ്റൊരു തരം ഇരട്ടത്താപ്പ് നയമാണ് ലോകത്തിനെ ഇന്നേവരെ അമേരിക്ക കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ഉപയോഗിച്ചാണ് അമേരിക്ക സദ്ദാം ഹുസൈനെ നശിപ്പിച്ചത്. അവരുമായി യുദ്ധം ചെയ്യുന്നു എന്ന വ്യാജേന ഇറാഖിനെ നശിപ്പിച്ച് ബോംബ് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് സിറിയയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സിറിയയിൽ കൊണ്ട് അവരെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ആ കാരണം പറഞ്ഞ് ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ നശിപ്പിക്കാനും തകർത്താനും രാജ്യത്തെ തകർക്കാനുമാണ് അവർ ഇത്രയും നാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ റഷ്യൻ പിന്തുണ ഉള്ളതുകൊണ്ട് ഇറാൻ പിന്തുണ ഉള്ളതുകൊണ്ട് ഈ ബഷാർ അൽ അസദിനെ ഇത്രയും നാൾ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ തോറ്റതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഈ ബഷാർ അൽ അസദാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. കാരണം അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഈ അസദ് വഴിയാണ്. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെയുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇയാൾ വഴിയാണ്. അപ്പോൾ ഇയാളെ നശിപ്പിച്ചിട്ടാകാം അടുത്ത യുദ്ധം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ ലെബനോനിൽ ഒരു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറായത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ. കാരണം ഇസ്രായേൽ തന്നെ അതിൻ്റെ ഭയങ്കരമായ പ്രതിഷേധമുണ്ട്. പ്രധാനമന്ത്രിക്കെതിരായി നെതന്യാഹുവിനെതിരായി വളരെയധികം പ്രതിഷേധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ.
എന്നാൽ ഇവരുടെ ലക്ഷ്യം ഇതാണ്, ഈ ഐ എസിനെ ഇളക്കി വിട്ട് ബസാറിനെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ അവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഈ ബഷാർ അൽ അസദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് റഷ്യയും ഇറാനുമാണ് ശരിക്കും അവിടെ യുദ്ധം ചെയ്യുന്നത്. ഇതിൽ മുന്നിൽ 2 കക്ഷികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ സിറിയൻ സൈന്യത്തിൻ്റെ വിമതരും സിറിയൻ സൈന്യമായി അവർ തമ്മിലുള്ള പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുകയും, എന്നാൽ പിന്നിൽ യുദ്ധം ചെയ്തത് ഇസ്രയേലും റഷ്യയും അമേരിക്കയൊക്കെയാണ്. ആ സ്ഥലമാണ് ഇപ്പോൾ ഈ സിറിയൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് തീവ്രവാദികളെ, IS തീവ്രവാദികളെ പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ചില പ്രധാന വാർത്തകളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഹിസ്ബുള്ള സിറിയയിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ലെബനോനിൽ നിന്നും വിട്ടുകൊണ്ട് സിറിയയിലേക്ക് ഇസ്രായേലിനെ നേരിൽ എതിർക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അത് റഷ്യൻ സഹായത്തോടെയാണ് അവർ നേരിട്ടിറങ്ങുന്നത്. ഈ ലെബനോനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് അവിടെ നേരിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരിപ്പോൾ നേരെ സിറിയയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഇസ്രായേലും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇതെല്ലാം ലോകത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവർ സിറിയയിൽ എത്തിയിരിക്കുന്നത് റഷ്യയുടെ Tu-160 ബോംബർ വിമാനങ്ങളുമായാണ്. ഈ ബോംബർ വിമാനങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് അണുവായുധം വഹിക്കാൻ ശേഷിയുള്ളതാണ്. അതുകൂടാതെ റഷ്യയുടെ FAB ഗൈഡഡ് ബോംബുകളുമായി IL-76 എന്ന് പറഞ്ഞ് 2 ചരക്ക് വിമാനങ്ങളും സിറിയയുടെ വ്യോമതാവളത്തിലെത്തിയിട്ടുണ്ട്. ഇത് മാരകമായ പ്രഹരശേഷിയുള്ള ബോംബുകളാണ്. ഇപ്പോൾ സിറിയയ്ക്ക് ഈ തീവ്രവാദികൾ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇവർ സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് ഇവർ സിറിയയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയോടുകൂടി അറബ് രാഷ്ട്രങ്ങളിൽ നേരിട്ട് ഇടപെട്ട് യുദ്ധങ്ങളുണ്ടാക്കുകയാണ്. ഈ IS, അൽ ഖായിദ തുടങ്ങിയ സംഘങ്ങളെ ഈ ഇസ്രായേലും അമേരിക്കയും നിയോഗിച്ചിരിക്കുന്നത് തന്നെ മുസ്ലിങ്ങളെ ലോകത്ത് അപമാനിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ്. ഇവരാണ് അഫ്ഗാനിസ്ഥാനിൽ പോരാടിയത്. ഇവരാണ് ഇറാഖിൽ പ്രശ്നമുണ്ടാക്കിയത്. ഇസ്രായേലും ഹിസ്ബുള്ളയുമായി ലെബനോനിൽ പോരാടുമ്പോൾ പിന്നിൽ ഇവരുടെ സഹായം ഇസ്രായേലിനുണ്ടായിരുന്നു. പക്ഷെ അത് പുറം ലോകം അറിയുന്നില്ല. ഇത് എല്ലാവരും മുസ്ലിം ആയതുകൊണ്ട് മറ്റുള്ളവർ ഈ കാര്യത്തെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് പലപ്പോഴും. അതാണ് ഇവർ മുതലാക്കിക്കൊണ്ടിരുന്നത്. ഇനി സിറിയയിൽ നിന്നും ഈ തീവ്രവാദികളെ ഒതുക്കേണ്ടത് ഹിസ്ബുള്ളയുടെ ആവശ്യമാണ്. കാരണം സിറിയ വഴി അവർക്ക് ആയുധം ലഭിക്കാനുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും അവർ അതിശക്തമായി ഇടപെടും. പക്ഷേ ഹിസ്ബുള്ളയുടെ ഈ വരവ് ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിറിയയിലേക്ക് ഹിസ്ബുള്ള കടന്നു കയറുന്നത് ഇസ്രായേലിന് വളരെ ക്ഷീണമാണ്. ഈ തുർക്കിയിലെ ഉർദുഗാൻ ഇസ്രായേലുമായി രഹസ്യമായി ചേർന്നുകൊണ്ട് താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്തിട്ടാണ് അവർ ലോകത്ത് അൽ ഖായിദ, IS എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിനെ ഈ കലുഷമാക്കാൻ, അതായത് മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു ഇസ്രായേൽ അമേരിക്കൻ സഖ്യമാണ് ഈ അൽ ഖായിദയും ഈ ISIS ഒക്കെ. അതിപ്പോൾ ലോകത്തിന് വ്യക്തമായിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ മേൽ പഴിചാരി മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് നമ്മുടെ നാട്ടിലും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ ഇതിപ്പോൾ ലോകത്തിന് ഇന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവർ പിടികൂടോടെ ഇവർ പലരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതിനെ ഞങ്ങളെ പരിശീലിപ്പിച്ചത് തുർക്കിയാണ്, അതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ മൊസാദുണ്ട് എന്നൊക്കെ ഇവരെല്ലാവരും സമ്മതിച്ചിരിക്കുകയാണ് ഈ സിറിയൻ സേനയോട്. ഈ തുർക്കി സൈന്യത്തിൽ നിന്നും ഇത്രയും വലിയ ഒരു ആക്രമണം ഒരിക്കലും ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അതുകൊണ്ടാണ് ഈ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. നമ്മളായിരിക്കും റഷ്യ എന്തിനാണ് കാര്യമായി ഇതിൽ ഇടപെടുന്നതെന്ന്. റഷ്യക്ക് ഇതിൽ കാര്യമുണ്ട്. ഈ ഉക്രൈനിൽ ഈ തീവ്രവാദികളാണ് പരിശീലനം നേടി യുദ്ധത്തിന് വന്നിരിക്കുന്നത്. അതിൽ വലിയൊരു വിഭാഗം ഈ തീവ്രവാദികളുണ്ട്. ഇവരെ പരിശീലിപ്പിച്ചിട്ട് അമേരിക്കയും ഇസ്രായേലെല്ലാം ഇവരെ കയറ്റിവിടുകയാണ്. ഇവരൊക്കെ ശമ്പളക്കാരാണ്, ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത ആൾക്കാരാണ്. ഇവരെയൊക്കെ ചെറിയ ശമ്പളം കൊടുത്തുകൊണ്ട് വലിയ തോക്കും കൈ കൊടുക്കും, ചെറിയ ശമ്പളവും കൊടുക്കും, എന്നിട്ട് കയറ്റി വിടുകയാണ്. പോയി മരിച്ചോളാന്ന് പറഞ്ഞിട്ട്. ഇവരൊക്കെ വല്ല ബോധമുണ്ടോ? പോയി ചാകുകയാണ് പോയിട്ട്. അപ്പം ഇവരൊക്കെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ യുദ്ധം ചെയ്ത് മരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരാണ്. ഇവർക്കൊന്നും
വീടും കുടുംബവും കെട്ടിയോളും മക്കളും ഒന്നും ഇല്ലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇവനൊക്കെ എന്നാ മനുഷ്യനെ അതൊക്കെ. യുദ്ധം ചെയ്യുക, ഒരു ബോധവുമില്ല, സ്വന്തം നാട്ടിൽ കിടന്നിട്ടാണ് യുദ്ധം ചെയ്യുന്ന ഓർക്കണം. ഇതിലൊക്കെ ഈ സിറിയക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ, തുർക്കികളുണ്ട്, സിറിയക്കാരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ. ഇതൊക്കെ മരിക്കാൻ വരുന്നതല്ലേ. ഇതൊക്കെ മെഷീൻ ഗണ്ണിൻ്റെയും ടാങ്കിൻ്റെയും റോക്കറ്റിൻ്റെയും മിസൈലിൻ്റെയും മുന്നിൽ കിടന്നായി കളിക്കുന്നതെന്ന് ആലോചിക്കണം. നമ്മളൊക്കെ എത്രയോ ശാന്തമായി സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെന്ന് ആലോചിക്കണം. നമ്മളൊന്നും ഈ മിസൈലൊന്നും കണ്ടിട്ട് പോലില്ല. നമ്മുടെ ഇവിടെ തോക്ക് കണ്ടവർ എത്ര പേരുണ്ട്? നമുക്ക് വല്ല പോലീസുകാരുടെ ഇരിക്കുന്ന ചെറിയ റൈഫിൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളാരെങ്കിലും തോക്ക് മര്യാദയ്ക്ക് എങ്ങനെ തോക്ക് കണ്ടിട്ടുണ്ടോ? ഇവന്മാരൊക്കെ അത് വെച്ചിട്ട് കളിക്കുകയാണ്. എന്നിട്ട് ചാകുക, പട്ടിയാകുന്ന പോലെ ചാകുക. അവിടെ ഇവിടെ ചത്ത് കിടക്കുന്ന എൻ്റെ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്കിവിടെ ഇടാൻ കഴിയില്ല. കാരണം ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലൊക്കെ ഞാൻ പല ഇതുപോലെ വീഡിയോകളെ ഞാൻ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ എടുത്ത് കളയായിരുന്നു. അതൊക്കെ എനിക്ക് സ്ട്രൈക്ക് വരുന്നുണ്ട്. ഞാനത് രണ്ടാമത് എടുത്ത് കളയായിരുന്നു. നിങ്ങളതൊക്കെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ലത്, ഒരു രക്ഷയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ഒരു വീഡിയോ തന്നെ ലാസ്റ്റ് രണ്ടാമത് ഞാൻ ബ്ലർ ചെയ്ത് കളയേണ്ടി വന്നു. എനിക്ക് ഭയങ്കര സംഭവമാണ് ഇതൊക്കെ. യുദ്ധം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ, വളരെ ഭീകരമാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന കണ്ടു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടാണ് ഇവർ പോരാടുന്നത്. ഇതെന്തിനാണെന്ന് ആർക്കും അറിയാൻ മേല. ആർക്ക് വേണ്ടി ആര് പോരാടുന്നു പരസ്പരം ആർക്കും ഒരു പിടുത്തവുമില്ല. അതാ പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഇവിടെ ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കണമെങ്കിൽ ഇവർ തമ്മിൽ അടിക്കണം. അതിനുവേണ്ടി പണവും ആയുധങ്ങളും നൽകി ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടുന്ന കക്ഷികൾ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പൊട്ടന്മാരത് കേട്ടിട്ട് ഇത് ചെയ്യാതിരിക്കുക അതുമില്ല. ഇവന്മാർ അതിനേക്കാൾ ബോധമില്ലാത്തവന്മാരാണ്. ഇവന്മാർക്ക് വെറും കഞ്ഞിയും പയറും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുബൂസും കിട്ടിയാൽ മതി, ഒരു കുഴപ്പമില്ല. അതടിക്കുക, പോയി വെടി വെക്കുക, ചാകുക, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ പറയാതിരിക്കും? നമ്മൾ ഈ വാർത്തകളിലൂടെ രാസായുധം പ്രയോഗിച്ചു എന്നൊക്കെ കേൾക്കും. എന്താ ഈ രാസായുധം എന്ന് നമ്മൾ ആലോചിക്കും. സത്യത്തിൽ ഇവരൊക്കെ ഇത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാ നമ്മുടെ വീട്ടിൽ ഈ കക്കൂസിനടിക്കുന്ന ക്ലോറിൻ്റെ ഇതുണ്ടല്ലോ, നമ്മൾ കക്കൂസിലൊക്കെ കഴുകാനൊക്കെ വയ്ക്കുന്ന മറ്റേ ക്ലോറിൻ മിക്സ് ചെയ്ത ഒരു കെമിക്കലൊക്കെ ഉണ്ടല്ലോ, ഇത് അടിച്ച് പോയത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊരു ശ്വാസം മുട്ടലും പ്രശ്നങ്ങളുമാണ്. അപ്പോഴേ ഈ കെമിക്കലൊക്കെ വന്ന് സ്വന്തം നാട്ടിലേക്ക് വന്ന് കഴുകുക, ചത്തുപോവുക, ശ്വാസം മുട്ടുക, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. മേല് മുഴുവൻ ചൊറിയുക, ചൊറിഞ്ഞ് പൊട്ടുക, അത് പൊറുക്കാതിരിക്കുക, ഇതെല്ലാം അണുക്കളല്ലേ. ഇവരുടെയൊക്കെ ലൈഫ് എന്ത് ലൈഫാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം നല്ല പോരാട്ടമാണ് നടക്കുന്നത്. അതിനി ഈ വരും ദിവസങ്ങളിൽ നാളെ, ഇന്നും ഇന്ന് രാത്രിയും നാളെയും എല്ലാം ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ ഇവർ പോരാടുകയാണ്. ഏതായാലും യുദ്ധം ഒന്നാം ഘട്ടത്തിൽ തന്നെ സിറിയൻ സൈന്യവും റഷ്യൻ ഇറാൻ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ നെതന്യാഹുവിന് വലിയ നിരാശ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം. കാരണം അവർ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ അൽ ഖായിദയുടെയും IS-ൻ്റെയൊക്കെ കള്ളി പിടിച്ചത്താകുമെന്നും അത് ഇവരെ പിടിക്കപ്പെടുമെന്നൊന്നും ഇയാൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അമേരിക്കയ്ക്കൊക്കെ വലിയ ഇതാണ്. അമേരിക്കയിലെ ഒരു മുൻ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത്, ഇത് ഈ തീവ്രവാദികളൊക്കെ അമേരിക്ക എന്തിനാണ് ഇങ്ങനെ വളർത്തി വലുതാക്കിയെടുക്കുന്നത്, അത് അമേരിക്കയ്ക്ക് തന്നെ പിന്നീട് ദോഷം ചെയ്യും എന്നാണ്. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം, ഈ പിടിക്കപ്പെട്ട തീവ്രവാദികളിൽ ഒരുത്തൻ അമേരിക്കയിൽ ഒരു ഭീകരമായ ആക്രമണം നടത്തിയ ഒരുത്തനാണ്. അതും അമേരിക്കയ്ക്കറിയാം. അവൻ അവിടെ ഏതാണ്ട് ഒരുപാട് 24 പേരെയോ എങ്ങാണ്ട് അവൻ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്തോ സ്ഫോടനമൊക്കെ നടത്തിയ ഒരുത്തനാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അവനെ പിടിച്ചതും അവൻ്റെ ഫോട്ടോ സഹിതമൊക്കെ പുറത്തുണ്ട്. അവനെ അടി കൊടുത്തിട്ട് അവൻ്റെ മുഖമൊക്കെ അടിച്ച് വീങ്ങിയിരിക്കുന്ന പടങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇടുന്നില്ല അത് എന്തായാലും. പക്ഷേ അമേരിക്കയ്ക്ക് ഇതൊന്നൊരു വിഷയമല്ല. നമ്മളെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചത് അമേരിക്കൻ അറിവോടുകൂടി തന്നെയാണെന്ന്. അത് അമേരിക്ക സമ്മതിക്കില്ല. അന്ന് ഒരു ജൂതൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പത്രങ്ങളിൽ അന്ന് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാവും. ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്ക. കാരണം അമേരിക്കയ്ക്ക് അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ, മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഒരു കാരണം ഉണ്ടാവണം. അതിന് അവർ തന്നെ കാരണം ഉണ്ടാക്കിയെടുക്കുക, അടിക്കുക. ഇത് തന്നെ മറു പരിപാടി. അതാണ് ഞാൻ പറഞ്ഞ ഇവർക്കൊക്കെ യുദ്ധം തൊഴിലാന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ആയുധം വയ്ക്കണം, ഭയപ്പെട്ടിട്ട് മറ്റുള്ളവർ ആയുധം വാങ്ങുമല്ലോ. അപ്പോൾ ഇവരെ ഏറ്റവും മികച്ച ആയുധങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യും. ആ ആയുധം എന്നിട്ട് അത് വിൽക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇവന്മാർ ഈ ആയുധം പറയുന്ന കാശ് കൊടുത്ത് മേടിക്കും, എന്നിട്ട് കൊണ്ടുപോയി അടിക്കും, ഇത് ചാകുക. ഇതന്നെ പരിപാടി. യുദ്ധവന്മാർക്കൊക്കെ ഒരു രസമാണെന്ന് ഓർക്കുന്നു.
എന്തായാലും ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്.